ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇടപെടലുമായി എത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. പഹൽഗാം ഭീകരാക്രമണത്തെ ഒരിക്കൽ കൂടി ശക്തമായി അപലപിച്ച അദ്ദേഹം സൈനിക നടപടി ഒരിക്കലും പരിഹാരമാകില്ലെന്ന് പറഞ്ഞു. സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഗുട്ടറസ് പ്രതികരിച്ചു. ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് എന്ത് പിന്തുണ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഥിതിഗതികൾ ഇന്നലെ UN രക്ഷാസമിതിയുടെ രഹസ്യ കൂടിയാലോചനയ്ക്കിടെ വിലയിരുത്തി. സമിതിയിലെ താൽക്കാലിക അംഗമായ പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമായിരുന്നു ഈ ചർച്ച. അതിനിടെ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണവും നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്നലെ 120 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള ഫത്താഹ് മിസൈൽ പരീക്ഷിച്ചെന്നാണ് പാക് സൈന്യത്തിന്റെ വാദം. കഴിഞ്ഞ ശനിയാഴ്ചയും പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാട്ടിയുള്ള പ്രമേയം പാക് പാർലമെന്റ് ഇന്നലെ പാസാക്കി. ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും വിച്ഛേദിക്കാൻ പാക് വാണിജ്യ മന്ത്രാലയം ഉത്തരവിറക്കി. ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഇസ്ലാമാബാദ് സന്ദർശനത്തിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആവശ്യപ്പെട്ടു. ഇന്നലെ ജപ്പാൻ പ്രതിരോധ മന്ത്രി ജെൻ നകതാനിയുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജപ്പാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയറിയിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും വ്യക്തമാക്കി. ഇതിനിടെ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നിർത്തണമെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചെങ്കിലും വാസ്തവമല്ലെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 58ാം വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ ഇറ്റലിയിലെ മിലാനിലെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ADB മേധാവി മസാറ്റോ കാന്റയോട് ധനസഹായം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടെന്നാണ് പ്രചരിച്ചത്. 2024 കണക്ക് പ്രകാരം 53 ലോണുകൾ അടക്കം $913 കോടി പാകിസ്ഥാൻ ADBയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിരിക്കെ തുർക്കി നാവികസേനയുടെ യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്തെത്തി. കപ്പൽ നാളെ മടങ്ങുമെന്നാണ് വിവരം. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായാണ് കപ്പൽ എത്തിയതെന്നാണ് വിശദീകരണം. എന്നാൽ നീക്കങ്ങൾ ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. മെയ് 7-ന് മോക്ക് ഡ്രിൽ നടത്താനും നിർദ്ദേശമുണ്ട്. അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളോടാണ് പ്രധാനമായും ഇത് പറഞ്ഞിരിക്കുന്നത്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ പ്രവർത്തിപ്പിക്കും. സ്വയം രക്ഷയ്ക്ക് പ്രതിരോധ നടപടികളെക്കുറിച്ച് സിവിലിയന്മാർക്ക് പരിശീലനവും നൽകും. സംസ്ഥാനങ്ങളുടെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ യോഗം നടക്കും. ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള വഴികൾ യോഗം വിലയിരുത്തും. പാകിസ്ഥാനി ഹാക്കർമാർ പ്രതിരോധ സ്ഥാപനങ്ങളിൽ കടന്നു കയറിയതിൽ കേന്ദ്രത്തിന് കടുത്ത ആശങ്കയുണ്ട്. പല സ്ഥാപനങ്ങളിലും സൈബർ ആക്രമണം ചെറുക്കാനായെന്നാണ് ഉന്നത വൃത്തങ്ങൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.